അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾ സലാം അടക്കുന്നില്ലേ? ആ, ഉണ്ട് 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 ഉണ്ട്. ചായയൊക്കെ കുടിച്ചിട്ടില്ലേ? ക്ഷീണമൊന്നുമില്ലല്ലോ? ഒന്ന് ഉഷാറിൽ നിൽക്ക്. ആ, പിന്നെ രാത്രി നമ്മള് ആകാശത്തേക്ക് നോക്കുമ്പോ വെളിച്ചമൊക്കെ ഉള്ള എന്തോന്ന് കാണലില്ല. എന്താണ്? ആ, നക്ഷത്രങ്ങളുണ്ട്. പിന്നെ ചന്ദ്രൻ, അമ്പിളി, അല്ലേ? ചന്ദ്രൻ. നിങ്ങൾ ചന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ആ, പിന്നെ ചില കുട്ടികളെ ചന്ദ്രന് നല്ല ഇഷ്ടമാണ്. ഓരിങ്ങനെ ഓടുമ്പോ അവരുടെ പിന്നാലെ ഇങ്ങനെ ഓടും. നിങ്ങളെ പിന്നാലെ ഓടലുണ്ടോ? ആ, അപ്പൊ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ചന്ദ്രൻ എന്താ പറയാ അറബിയിൽ നിന്ന് പഠിക്കണ്ടേ? പഠിക്കണോ? അതോടൊപ്പം നമുക്കൊരു പുതിയ അക്ഷരവും പഠിക്കണം. ഇപ്പൊ നമ്മള് അലിഫ്, ആ, ഉ, ഇ, എ, അൻ, ഉൻ, ഇൻ ഇത് പഠിച്ചില്ലേ? ഇനി നമ്മളൊരു പുതിയ അക്ഷരം പഠിക്കാൻ പോവാണ്. ചന്ദ്രന്റെ പേരെന്താ അറിയാവോ? ബദിർ. എന്താ പറയാ? ബദിർ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ, പറ പറ. ബദിർ. ആ, ഞാനിവിടുന്ന് അങ്ങോട്ട് കാണുന്നുണ്ട്. കാണുന്നില്ല എന്ന് വിചാരിച്ച് നിക്കല്ലേ? ബദിർ. ആ, അപ്പോ ബദിർ. ഇത് നമുക്ക് പുസ്തകത്തിലേക്കൊന്ന് നോക്കാം. ഞാനൊന്നിങ്ങനെ വായിക്കൂട്ടോ, നിങ്ങൾ കേൾക്കണേ. അതിക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്ക്. എന്താണ് ആ ചിത്രം? അല്ലോ, രാത്രിയിൽ ഇങ്ങനെ 14 രാവ് ഇങ്ങനെ വന്നിങ്ങനെ പാളി നോക്കുക. നിങ്ങൾക്ക് എന്താ പണി, പഠിക്കണ്ടോന്നൊക്കെ നോക്കായിരിക്കും ചിലപ്പോ. ഏതായാലും നമുക്ക് നോക്കാം. ബദിർ. എങ്ങനെ? ബദിർ. ഇനി ഒന്നാമത്തെ വരി നോക്കേ. ബൈത്തുൻ, ബുർജുൻ, ലബിനുൻ, ജുബ്നുൻ. ഇനി താഴെ ബ, ബു, ബി. അതിന്റെ താഴെ ബുൻ, ബബ്, ബ, ബ, ഇപ്പൊ അത്ര മതി കേട്ടോ. ഇനി നമുക്ക് ബോർഡിലേക്ക് ഒന്ന് നോക്കട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും പുസ്തകത്തിലേക്ക് വരാം. നിങ്ങൾ റെഡിയല്ലേ? ആ, എങ്ങനെയാണ് ബ എഴുതുന്നത് നോക്ക്. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. എല്ലാരും ബോർഡിലേക്ക് നോക്കേ. കണ്ടോ? ഇനി നമ്മൾ ഇതിന് ഒരു പുള്ളി കൊടുക്കുന്നു. എത്ര പുള്ളി? ഒരു പുള്ളി. എത്ര? ഒരു പുള്ളി. ഇതിന്റെ പേര് ബ. ഇതിന്റെ പേര് ബ എന്നാണ്. എന്നത് കേൾക്കൂല പറയുമ്പോ. അപ്പൊ ബ ബ ബ ബ ആണോ? അപ്പൊ ബ. ഇനി ഇതിന് ഫത്ഹ കൊടുത്താലോ? ബ ബ. ഇനി ഉണ്ടാവില്ല. ബ. ഫത്ഹ ഇല്ലാഞ്ഞാലോ? ബ ബ. അപ്പൊ ബ. ബാക്കി എത്ര പുള്ളി ഉണ്ട്? ഒരു പുള്ളി. എവിടാണ് ആ പുള്ളി ഉള്ളത്? താഴെ. താഴെ ഒരു പുള്ളി. ഇതാണ് ബ ബ. ഇനി നോക്കാം. ഇനി നമുക്കിവിടെ ഒരു ദാൽ എഴുതിയാലോ? ബദ്. ബദർ. എന്താണ്? ബദർ. ബദർ. ചന്ദ്രൻ. ചന്ദ്രൻ. ബദർ. ചന്ദ്രൻ. ഇനി നമുക്ക് നോക്കാം. പുസ്തകത്തിലേക്ക് നോക്കൂ. ബദർ, ചന്ദ്രൻ. ഇനി ഫസ്റ്റത്തെ വരി നോക്കേ. ആദ്യത്തെ ഒരു അക്ഷരം കണ്ടോ? ചുവപ്പ് കളറില്. അതിന് എത്ര പുള്ളിയുണ്ട്? ഒരു പുള്ളി. അതാണ് നമ്മുടെ അക്ഷരം ബ. ബൈ തുൻ, ബൈത്തുൻ, ബൈത്തുൻ. പറ ബൈത്തുൻ. അടുത്തതോ? ബുർജുൻ. എന്ത്? ബുർജുൻ. ബുർജുൻ. അടുത്തതോ? ലബിനുൻ. 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 അടുത്തതോ? ജുബ്നുൻ.
ജുബ്നുൻ ജുബ്നുൻ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്ന ഏതാണ്? ആ ചുവന്ന അക്ഷരം ഉണ്ടല്ലോ, അതിന്റെ ആ പുള്ളി അല്ലേ? എത്ര പുള്ളി ഉണ്ട്? ഒരു പുള്ളിയാണ് ഉള്ളത്. ബൈത്തുൻ, ബുർജുൻ, ലബിനുൻ, ജുബ്നുൻ. ഇനി നമുക്ക് അതിന്റെ താഴോട്ട് നോക്കാം. ബ, ബു, ബി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫത്ത് കൊടുക്കുമ്പോ മേലോട്ട് ബ, ലമ്മ കൊടുക്കുമ്പോ ചുണ്ട് കൂട്ടണ്ടേ? ലമ്മ കൊടുക്കുമ്പോ ലമ്മിട്ടാൽ ചുണ്ട് കൂട്ടണം. അപ്പൊ കൂട്ടി പിടിച്ച് പറ ബു. പിന്നെ താഴെ കൊടുത്താൽ കെസറ് താഴോട്ട് ബി, ബ, ബി, ബ, ബി, ബു. കണ്ടോ? ഇനി അടുത്തെന്താണ്? ബുൻ. നമ്മൾ പറഞ്ഞു ലമ്മ കൊടുത്തപ്പോ ബു, ചുണ്ട് കൂട്ടി. രണ്ടെണ്ണായപ്പോയോ ബുൻ, അതിന്റെ തൻവീന്. അടുത്തതോ ബബ്, ബ് സുക്കൂന്, ബ്, ബബ്, ബബ്. ഇനി ബ, ബ. ഈ ഒരു ബായിന് നിങ്ങൾ കളറ് കൊടുക്കണം. കൊടുക്കൂലേ? ആ പെൻസിൽ കൊണ്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ബ, ബ. അപ്പോ ബദർ, ചന്ദ്രൻ. ബദർ, ചന്ദ്രൻ. അപ്പൊ നിങ്ങള് ഈ ബ, ബൂ, ബി, ഈ അക്ഷരം ഉണ്ടല്ലോ, ഈ ചുവപ്പ് അക്ഷരം, അത് എഴുതണം. ഇന്ന് നിങ്ങൾ ബ എന്ന് മാത്രം എഴുതിയാലും മതി. കഴിയണ നല്ല ഉഷാറുള്ള കുട്ടികളാകുമ്പോൾ ബ, ബൂ, ബി എന്ന് നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതുക. നല്ല വൃത്തിക്ക് വായിക്കണം. എഴുതുമ്പോ ചില ആളുകളില്ലേ പുള്ളി ഇടുന്നതിന് മുമ്പ് ഫത്ഹ കൊടുക്കും. അങ്ങനെ പറ്റുമോ? അത് പറ്റില്ല. ബോർഡിലേക്ക് നോക്കൂ. ഇതാ ആദ്യം തന്നെ ഫത്ഹ കൊടുത്താല് ബാന്ന് വായിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണോ? പുള്ളി കൊടുക്കണം. എന്നിട്ട് ഫത്ഹ കൊടുക്കുമ്പോ ബാ അങ്ങനെ പറയണം. പറയൂലേ? അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഒരു പേജ് എഴുതണം. എഴുതുമല്ലോ? ഉറപ്പല്ലേ? എഴുതണം. ആ ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മുടെ പാഠം ബദർ, ചന്ദ്രൻ. ബദർ, ചന്ദ്രൻ. അപ്പൊ നിങ്ങള് സാവധാനം ഈ പാഠം ഇങ്ങനെ വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ ഈ ചുവപ്പ് അക്ഷരങ്ങളൊക്കെ നല്ലോ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.